ഗാസയിൽ ഹമാസിന്റെ കൂട്ടക്കുരുതി ചെയ്ത ഇസ്രായേൽ സേന. ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസിന്റെ കമാൻഡർമാരെയാണ് ഇസ്രായേൽ സേന വധിച്ചത്. ഗാസയിൽ ഹമാസിന്റെ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒക്ടോബർ മാസം 2023 ഇസ്രായേലിനുള്ളിൽ ഹമാസ് നടത്തിയ കൊടും ക്രൂരതയിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി ഹമാസ് കമാൻഡർമാരെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലും റഫയ്ക്ക് സമീപമുള്ള മറ്റ് പ്രദേശങ്ങളിലും ഇസ്രായേലി സേന വധിച്ചത്. ഗാസയിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരുടെ കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിലെ ഹമാസിന്റെ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡർ മുഹമ്മദ് ഹൗലിയെ കഴിഞ്ഞ ദിവസം വധിച്ചതായി ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലെ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത കൊടും ഭീകരനാണ് മുഹമ്മദ് ഹൗലിയെ ഇതിനു മുൻപ് പലതവണ വധിക്കാൻ ഇസ്രായേലി സേന ശ്രമിച്ചുവെങ്കിലും അന്നൊക്കെ തലനാഴിലേക്ക് മുഹമ്മദ് ഹൗലി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഗാസയിൽ ഖാൻ യൂനിസിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിൽ മുഹമ്മദ് ഹൗലി എന്ന കൊടും കുറ്റവാളി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലി സേന ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഹമാസ് കമാൻഡർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഷ്റഫ് അദ്നാൻ മുഹമ്മദ് ഖദീബാണ് കൊല്ലപ്പെട്ട മറ്റൊരു ഹമാസ് കമാൻഡർ. ഹമാസിന്റെ റോക്കറ്റ് ആൻഡ് മിസൈൽ വിങ്ങിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഖദീബ് എന്ന ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നുണ്ട്. 2023 ശേഷം ഇസ്രായേലിലേക്ക് നടത്തിയ നിരവധി റോക്കറ്റ് ആക്രമണങ്ങളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും സൂത്രധാരനാണ് മുഹമ്മദ് ഖദീബ് എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി സ്ഫോടനങ്ങളും നിരവധി ആക്രമണങ്ങളും ഇസ്രായേലിനുള്ളിൽ നടത്തിയതിന്റെ തലച്ചോറായിരുന്നു ഖദീബ്. ആ ഖദീബിനെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ കൃത്യമായ ആക്രമണത്തിലൂടെ വധിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ അടക്കം നിരവധി കമാൻഡർമാർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ദൈർ അൽ ബലാഹ് ബറ്റാലിയൻ ഹമാസിന്റെ സഹോദര ഭീകര സംഘടനയായ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാനപ്പെട്ട ഒരു ബറ്റാലിയനാണ് ദൈർ അൽ ബലാഹ് ബറ്റാലിയൻ. ആ ദൈർ അൽ ബലാഹ് ബറ്റാലിയന്റെ തലവനെയും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. സയ്യിദ് ഖാലിദ് അലി അഹമ്മദ് അൽ റഹ്മാനാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേലി സേന ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇസ്രായേലി സേന ഗാസയിലെ വിവിധ മേഖലകളിൽ നടത്തിയ ആക്രമണത്തിൽ 600-ലധികം ഹമാസ് കമാൻഡർമാർ അല്ലെങ്കിൽ ഹമാസിന്റെ കൊടും ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ഒക്ടോബർ മുതൽ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ വെടിനിർത്തലാണ്. ആ വെടിനിർത്തൽ കാലയളവിലാണ് 600-ലധികം ഹമാസ് ഭീകരന്മാരെ ഗാസയിൽ മാത്രം ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ഹമാസിന്റെ നേതൃത്വം പുറത്തുവിടുന്നത്. നിലവിൽ ഗാസയിൽ ഇനി വിരലിലെണ്ണാവുന്ന ഹമാസ് ഭീകരന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബങ്കറുകൾക്കുള്ളിൽ പൂർണ്ണമായും തന്നെ ഹമാസ് ഭീകരന്മാർ ചത്തൊടുങ്ങിയിരിക്കുന്നു. ഇനി ഗാസയിലെ ഒറ്റപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കെട്ടിടങ്ങളുടെ മറവിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാർ മാത്രമേ ഇനി ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ. അവരെയും കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് കാലപുരിക്കയക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണിപ്പോൾ ഇസ്രായേലി സേനയുടെ കൂടുതൽ ട്രൂപ്പുകൾ ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പീരങ്കി പട, അതുപോലെ തന്നെ ഡ്രോൺ ടീമുകൾ, അതുപോലെ വ്യോമസേന ഒക്കെ തന്നെ ഗാസയിൽ കൃത്യമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഗാസയിലെ ഹമാസിന്റെ ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോഴും ഇസ്രായേലി സേന തുടരുകയാണ്. ബങ്കറുകൾക്കുള്ളിൽ ഹമാസിന്റെ ഭീകരന്മാർ ഏറെക്കുറെ അവസാനിച്ചുവെന്ന് ഇസ്രായേലി സേന ഉറപ്പിക്കുന്നുണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട ചില ബങ്കറുകളിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാർ പുറത്തു വരാനുള്ള ചില സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകളുള്ള ഇടങ്ങളിലേക്ക് കൃത്യമായി തന്നെ നിരീക്ഷണം നടത്താൻ ഇസ്രായേലി സേനയുടെ ഡ്രോൺ ടീമുകൾ ഇപ്പോൾ സജ്ജമായിരിക്കുന്നു. ഡ്രോണുകളിലെ നിരീക്ഷണ ക്യാമറകൾ വളരെ ശക്തമായി തന്നെ ഈ മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ.
ഗാസയിൽ ഹമാസിനെതിരെ നടത്തുന്ന ആക്രമണത്തിനൊപ്പം തന്നെ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണവും കടുപ്പിക്കുകയാണ് ഇസ്രായേലി സേന. തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിലേക്ക് കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേലി സേന നടത്തിയത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ തെക്കൻ ലെബനനിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. 2023 മെയ് മാസം മുതൽ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലി സേനയ്ക്കുമിടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ കാലയളവിനിടയിൽ തന്നെ 1900-ലധികം തവണ ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുള്ള ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വീണ്ടും പുനരുജ്ജീവനത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഇസ്രായേലി സേന കണക്ക് കൂട്ടുന്നു. ഇറാന്റെയും അതുപോലെ തന്നെ സിറിയയിലെ ഭീകര സംഘടനകളുടെയും സാമ്പത്തിക സഹായത്തോടെ സൈനിക സഹായത്തോടെ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഹിസ്ബുള്ള ഭീകരന്മാർ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക്, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ക്യാമ്പുകളിലേക്ക് ഇസ്രായേലി സേന ആക്രമണങ്ങൾ രൂക്ഷമാക്കുന്നത്. തെക്കൻ ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള തങ്ങളുടെ ആയുധശാലകളും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് കൃത്യമായി തന്നെ ഇസ്രായേലി സേന മനസ്സിലാക്കുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിലേക്ക് സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളും ഇസ്രായേലിൻ്റെ ഡ്രോൺ ടീമുകളും ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനൊപ്പം തന്നെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള വലിയ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തുന്നത്. ആ ഓപ്പറേഷനിൽ ഇസ്രായേൽ ഏറെക്കുറെ വിജയിച്ചതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നമുക്കറിയാം 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ രൂക്ഷമാക്കിയത്. വടക്കൻ ഇസ്രായേലിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെക്കൻ ലെബനനിൽ നിന്ന് നിരന്തരമായി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തി. ഈ മിസൈൽ ആക്രമണങ്ങളിലും റോക്കറ്റ് ആക്രമണങ്ങളിലും മനംമടുത്ത് 50,000-ലധികം വരുന്ന ഇസ്രായേലി പൗരന്മാരാണ് വടക്കൻ ഇസ്രായേൽ ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലി സേന തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചത്. ആ ആക്രമണത്തിൽ 65 ദിവസം നീണ്ടുന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നടുവടിക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള അടക്കമുള്ള നിരവധി പേരെ ഇസ്രായേലി സേന വധിച്ചു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനം തന്നെ അഗ്നിക്കിരയാക്കി ഇസ്രായേലി സേന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.